Good afternoon. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon. Good afternoon, ma'am. All of you, good afternoon. എല്ലാരും ഫുഡ് കഴിച്ചോ? Thank you, ma'am. കഴിച്ചു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, പ്രെയർ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എൻ്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചേതിയായി എന്നുടെ കയ്യിലും, നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. ഓക്കെ, സൈൻ ഇൻ ചെയ്തോളൂ കേട്ടോ. സൈൻ ഇൻ. സൈൻ ഇൻ ആരാണ്? ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി. സൈൻ ഇൻ ആരോ ചെയ്യാന്ന് പറഞ്ഞിരുന്നു മിസ്, അതാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. മേബിയെ കേറിയിട്ടില്ല. ആരാണ് സൈൻ ഇൻ ചെയ്തത്? ഞാൻ സൈൻ ചെയ്യാം മാം. ഓക്കെ ഓക്കെ, ചെയ്തോളൂ. കാർമുകിൽ വർണ്ണ ചുണ്ടിൽ ചേരുമുഴലിന്റെ ഉള്ളിൽ വീണുറങ്ങുന്നു ശ്രീരാഗമേനി പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. നിന്റെ വൃന്ദാവനത്തിൽ പൂക്കും പാരിജാതത്തിന്റെ കൊമ്പിൽ, നിന്റെ നന്ദന വൃന്ദാവനത്തിൽ പൂക്കും പാരിജാതത്തിന്റെ കൊമ്പിൽ, വരും ജന്മത്തിലെങ്കിലും ശൗരി ഒരു പൂവായി വിരിയാൻ കഴിയുമെങ്കിൽ കാൽക്കവി നദിയാൽ കരഞ്ഞുറങ്ങി. കാർമുകിൽ വർണ്ണ ചുണ്ടിൽ ചേരുമുടക്കുഴലിന്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ ഉൽകിയുണർത്താൻ മറന്നു. താങ്ക് യു മാം. ഓക്കെ, പാട്ടുകാരിയാണോ വെങ്കുജ? നന്നായിട്ട് പാടിയല്ലോ. മാം കുറച്ച് ഞാൻ ഓഡിഷൻ എല്ലാം പോയിട്ടുണ്ട്. അതെല്ലേ? നന്നായിട്ട് പാടും മിസ്. നന്നായിട്ട് പാട്ടുകാരിയാണ്, നമ്മുടെ സെക്ഷനിലെ പാട്ടുകാരിയാ. നമ്മുടെ വാനമ്പാടിയാണ് മിസ്സേ. വാനമ്പാടിയാണല്ലേ?
ഇതിനു മുമ്പ് പാട്ട് പാടിയിട്ടുണ്ടോ? ഉണ്ട്. മിസ് ബിന്ദുജയുടെ ഒരു റോൾ പ്ലേ ഉണ്ട് അവരുടെ ഗ്രൂപ്പിന്റെ. അപ്പോ സൈനിന് ആരും ഇല്ലെങ്കിൽ അത് ചെയ്യാൻ പറയാനിരിക്കുവായിരുന്നു. ഞാൻ അങ്ങനെ വിചാരിച്ചു. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെ റോൾ പ്ലേ എന്തോ ആളുകള് മിസ് കവിത ഉണ്ടായിരുന്നു നമ്മളുടെ കയ്യിൽ നരേഷൻ ആയിട്ടേ. അപ്പൊ കവിതയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്നാണ് രണ്ട് ടീമായിട്ടാണ് നമുക്ക് റോട്ടേറ്റ്. രണ്ട് ടീമുണ്ട്. ബിന്ദുജയുടെ ടീം ഞങ്ങളെ ലുബിയുടെ ടീമാണ്. അപ്പൊ കവിതയ്ക്ക് പെട്ടെന്ന് വരാൻ പറ്റാത്തൊരു, അതായത് മോന് പെട്ടെന്നേ കാറ് ആക്സിഡന്റ് ആയി. അപ്പൊ ഒന്നും പറ്റിയിട്ടില്ല, കാറിന്റെ പ്രശ്നവും. പിന്നെ പെട്ടെന്ന് അവര് പേടിച്ചു. അപ്പൊ അതിന്റെ ഒരു വിഷമത്തിലാണ് ആള്. അപ്പം ഇന്നൊരു വിഷമമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ഒരു ഡൗട്ട്. അപ്പൊ എന്താണ് ബിന്ദുജയുടെ ഗ്രൂപ്പ് റെഡി ആണെങ്കിൽ അവര് ചെയ്തോട്ടെ മിസ്. ഒരു പ്രാവശ്യം ചെയ്യും മിസ്, എന്തായാലും ചെയ്യും. ഞങ്ങൾ റെഡി ആയിരുന്നു. അപ്പൊ പെട്ടെന്നാണ് കവിത, അത് ഈ ഗ്രൂപ്പിലുള്ളതാണ്, അപ്പൊ നമ്മുടെ ടീം ഒപ്പം ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഇത് കേട്ടപ്പോ ഞങ്ങൾക്ക് എന്നാ ക്യാൻസൽ ആക്കിയത്. അങ്ങനെ പെട്ടെന്നാണ് വിളിച്ചപ്പോ എടുത്ത ആള് ക്ലാസ് തുടങ്ങണതിന് മുമ്പാണ് വേഗം ഞങ്ങൾ മെസ്സേജ് അയച്ചത്. അപ്പോഴാണ് കാര്യം പറഞ്ഞത്. അപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു വിഷമത്തിലാണ്. മൂത്ത ആളാണ് ഓടിച്ച വണ്ടി, നന്നായിട്ട് ഓടിക്കുന്നതാണ്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ വളവിന്റെ അവിടെ എന്തോ സ്കിഡായത് ആണ്. അവർക്ക് വേറെ വണ്ടിയായിട്ടൊന്നും ഇടിച്ചിട്ടില്ല, ഒരു ഇതായിട്ടാണ് ഷോപ്പിന്റെ. അപ്പൊ അങ്ങനെ കുറച്ച് പ്രശ്നത്തിലാണ്. നമ്മൾ അവതരിപ്പിച്ചോട്ടെ? ഓക്കെ ബിന്ദുജ, ചെയ്തോളൂ കേട്ടോ. വി ആർ റെഡി ടു സീ. എല്ലാവരും ഓഡിയോ വീഡിയോ ഒന്ന് ഓഫ് ആക്കണേ. ജയശേച്ചി മ്യൂട്ട് ചെയ്യൂ. റെഡി അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും മഞ്ചാടിയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഞാനാണ് ട്വിങ്കിൾ, നിങ്ങളുടെ ചക്കര വാവ. എല്ലാ കൂട്ടുകാരും കഥകൾക്കും പാട്ടുകൾക്കും വേണ്ടി കാത്തിരിക്കുവാണെന്ന് എനിക്കറിയാം. ഇന്ന് നിങ്ങളെ സന്തോഷമാകുന്ന വിധം ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങളെ കുടുകൂടെ ചിരിപ്പിക്കാൻ കാത്തുവിനെയും കൂട്ടുകാരെയുമാണ്. കാത്തു കഥയിലെ മുള്ളുപാണ്ടി കീരിസെൽവം കഥകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പറയാൻ പോകുന്നത്. ആവശ്യമില്ലാത്ത പേടിയും കാരണമില്ലാത്ത ദേഷ്യവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും, തീർച്ച. എന്നാൽ മഞ്ചാടി ചെപ്പൊന്ന് തുറന്നാലോ? ആര് പറഞ്ഞു ഞാനാ നിങ്ങളുടെ കാത്തു കാത്തു? നിന്നോട് ആര് പറഞ്ഞു ഞാനാ നിങ്ങളുടെ കാത്തു? എന്നോടൊപ്പം കൂടാൻ ആർക്കാണ് ഇഷ്ടം? ലാ 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 ലാ. മച്ചിന്നേലിൽ കിട്ടൂരൊമ്മ കൊടുക്കാം, അപ്പൂ സ്വത്ത് കളിക്കാം, തുള്ളിച്ചാടി നടക്കാം. മച്ചിന്മേലിൽ കേറാം, കിട്ടൂനുമ്മ കൊടുക്കാം, അപ്പൂ സ്വത്ത് കളിക്കാം, തുള്ളിച്ചാടി നടക്കാം. നല്ലതു മാത്രം ചെയ്യാം, അമ്മ പറഞ്ഞാൽ കേൾക്കാം. നല്ലതു മാത്രം ചെയ്യാം, അമ്മ പറഞ്ഞാൽ കേൾക്കാം. കുറുമ്പ് കാട്ടാൻ നോക്കാം, കുസൃതി കാട്ടി രസിക്കാം.
നല്ലതു മാത്രം ചെയ്യാം അമ്മ പറഞ്ഞ കേൾക്കാം കുറുമ്പ് കാട്ടാൻ നോക്കാം കുസൃതി കാട്ടി രസിക്കാം ആര് പറഞ്ഞു മ്യാവൂ ഞാനാ നിങ്ങളുടെ കാത്തു നിന്നോടൊപ്പം കൂടാൻ ആർക്കാണ് ഇഷ്ടം ഇഷ്ടം നിന്നോടൊപ്പം കൂടാൻ ഞങ്ങൾക്കെല്ലാം ഇഷ്ടം ലാ 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 നമുക്കിനി കാത്തുവിനെയും കൂട്ടുകാരെയും കാണാൻ പോകാം. എന്നാൽ അതിനു മുമ്പായിട്ട് കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. കാത്തു, ബിന്ദുജ. അപ്പു, അനുജ. ഹായ് കൂട്ടുകാരെ, ഞാനാ നിങ്ങളുടെ അപ്പു. മുള്ളുപാണ്ടി, നികിത. വണക്കം കൂട്ടുകാരെ. സെൽവം, രമ്യ കെ. വണക്കം കൂട്ടുകാരെ. കണ്ണൻ, അനുമോൾ ഡി. എന്നെ വിളിച്ചായിരുന്നോ? ഞാൻ ഇവിടെ ഉണ്ട്. അമ്മ, രശ്മി. നമസ്കാരം കൂട്ടുകാരെ. അച്ഛൻ, ബിൻസി. നമസ്കാരം കൂട്ടുകാരെ. അപ്പുവിന്റെ അമ്മ, ജോസ്ന. നമസ്കാരം കൂട്ടുകാരെ. നമസ്കാരം കൂട്ടുകാരെ. നമുക്കെന്നാൽ ഭാഗം 1 എഴുത്തിലേക്ക് കേൾക്കാം. കാത്തു എന്ന പൂച്ചക്കുട്ടിയും കൂട്ടുകാരനായ അപ്പു എന്ന അണ്ണാൻകുട്ടനും കളിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അവർ ലാടന്മാരായ കീരിസെൽവത്തിന്റെയും മുള്ളുപാണ്ടിയുടെയും മുന്നിൽ വന്ന് ചാടുന്നു. ലാടന്മാരെ കണ്ട് അവർ പേടിച്ച് വിറയ്ക്കുന്നു. അപ്പോ ഓടിക്കോ. குழந்தை நிக்கு நிக்கு, அந்த கந்தசாமியோட வீடெங்கே? അയ്യോ അയ്യോ, അപ്പോ ഓടിക്കോ. குழந்தை நில்லு நில்லு. കേക്കാതെ ഓടട ഓട്ടം. കാത്തു അപ്പുവും പേടിച്ച് വില്ലനായ കണ്ടംപൂച്ചയുടെ വീട്ടിലേക്ക് ചെന്ന് കയറുന്നു. വാ അപ്പോ, അങ്ങോട്ട് കേറാം. കാത്തു, അത് കണ്ടന്റെ വീടല്ലേ? വേറെ വഴിയില്ല, വാ വാ വേഗം. കാത്തു, കണ്ടൻ. മിണ്ടാതിരിക്കി. കണ്ടൻ അറിഞ്ഞാൽ നമ്മളെ പിടിക്കും, വെളിയിലിറങ്ങിയാൽ ലാടന്മാരും പിടിക്കും. കാത്തു, അവരെങ്ങോട്ടാ വരുന്നേ? കണ്ടൻ അവരെ ഓടിച്ചോളും. ലാടന്മാർ ഈ സമയം കണ്ടന്റെ വീട്ടിലെത്തുന്നു. சாமி, லாடம்மார் வந்திருக்கு, முள்ளுபாண்டி கூப்பிடுற. ஓய் கந்தசாமி, கீரி செல்வம் கூப்பிடுற. முறிவு, சதங்கு, ஒடிவு, சதவு, சொரிச்சில், பட்டல், ஆதி, வியாதி, പനി, സുമ, ജലദോഷം, സർദി, പല്ലുവേദന എല്ലാ ദീനങ്ങൾക്കും മരുന്നിருக்கு സാർ. இளதல்ல, புலி நகம், மயிலெண்ணெய், குந்திரிக்கம், கல்லு மாலை எல்லாமே இருக்கு. பார்க்க வேணுமா? ഓ, വിളിച്ചു കൂവത്. മുറിവുണങ്ങാനുള്ള മരുന്നുണ്ടോ? இருக்கு சாமி, உட்காரு உட்காரு. പെട്ടെന്ന് വേണം. പുറത്തേക്ക് മുള്ളുവാണ്ടി.
அவரு வந்து இந்நாட்டிலே பெரிய சட்டம்பி. മുള്ളുപാണ്ടി മരുന്ന് കണ്ടന്റെ മുറിവിൽ പുരട്ടുന്നു. അയ്യോ നീറുന്നേ നീറുന്നേ, ഓ മതി 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 മതി, നീറുന്നേ നീറുന്നേ, ഓ എന്തൊരു നീച്ചൽ, ഓ. இப்ப சரியாகும், இப்ப சரியாகும். ഓ ഓ നീറുന്നേ, ഓ എന്തൊരു നീച്ചലായത്, മതി മതി, ഓ. അയ്യോ, അവര് ഭയങ്കരന്മാരെ തന്നെ. കണ്ടനെ കൊല്ലുമോ? ആ ശരിയാ. അയ്യോ എനിക്ക് നീറുന്നേ നീറുന്നേ, അയ്യോ, ഓ ഓ നീറുന്നേ, ഓ. ஓ கண்டசாமி நிலவிழிக்காதே, இப்ப சரியாகும். ഇനി ഇവിടെ ഇരുന്ന് കണ്ടൻ നമ്മളെ പിടിക്കും. ഓടിക്കോ. കാത്തു, ഓ ഇത് ഇവന്മാരുടെ പണിയാണല്ലേ, എടുത്തോളാം ഞാൻ, എടുത്തോളാം, രണ്ടിനെയും ഞാൻ എടുത്തോളാം. ഹോ, ഓ. കാത്തു അപ്പുവും ഓടി കാത്തുവിന്റെ വീട്ടിലെത്തുന്നു. അച്ഛനും അമ്മയും വന്നിരുന്നെങ്കിൽ കൂടെ പോയാ മതിയായിരുന്നു. നാടന്മാർ ഇങ്ങോട്ട് വരുമോ? പേടിപ്പിക്കാതെ അപ്പു. അപ്പു നമുക്ക് കോഴിയമ്മയുടെ വീട്ടിലേക്ക് പോയാലോ? ശരിയാ, കോഴിയമ്മയുടെ വീട്ടിലേക്ക് പോവാം. നാടന്മാരെ പിടിക്കണമെന്നോ കോഴിയമ്മ കൊത്തു ഓടിച്ചോളൂ. എന്നാ പെട്ടെന്ന് പോകാം. കാത്തു അപ്പുവും പേടിച്ചു പോയി. പാവം, കോഴിയമ്മയുടെ വീട്ടിലേക്ക് അവര് പോകുന്നു. കോഴിയമ്മയുടെ വീട്ടിലോ കോഴിക്കുഞ്ഞുങ്ങളെ നിറം പൂശുകയായിരുന്നു നാടന്മാര്. അപ്പോ അവരെന്താ ചെയ്യുന്നേ? എനിക്കറിയില്ല. അവര് നമ്മളെ ചായം തേക്കും. ഓടിച്ചോ. കാത്തു അപ്പവും തിരിച്ച് വീട്ടിലേക്ക് ഓടിപ്പോന്നു. അവര് വേഗം കയറി വീടിന്റെ വാതിലടച്ചു. ഈ സമയം അപ്പവും അച്ഛനും അമ്മയും അവിടെ എത്തുന്നു. കാത്തു മോളെ, വാതില് തുറന്നേ. കാത്തു, എന്ത് പറ്റി മോളെ? നീ ആകെ വല്ലാണ്ടിരിക്കുന്നല്ലോ. എന്താ? ലാടന്മാരോ? അതെ, ലാടന്മാർ. അവര് കണ്ടനെ ഉപദ്രവിച്ചു. കണ്ടൻ നിലവിളിച്ചോണ്ടോടി. പിന്നെ കോഴിയമ്മയുടെ കുഞ്ഞുങ്ങളെ പല നിറത്തിലുള്ള പക്ഷികളും മാറ്റി. അവര് മന്ത്രവാദികളാ. കാട്ടീന്ന് മരുന്നും പഴങ്ങളും വിൽക്കാൻ വന്നവരാകും അവർ. മന്ത്രവാദികളൊന്നുമല്ല. ഈ സമയം ലാടന്മാർ കാത്തുവിന്റെ വീട്ടിലെത്തുന്നു. അമ്മ, ഇവരാണോ ലാടന്മാര്? അമ്മ, മുറിവ്, സദങ്ങ്, ഒടിവ്, സതവ്, സൊറിച്ചിൽ, പട്ടൽ, ആദി, വ്യാധി, പനി, സുമ, പല്ലുവേദന, എല്ലാ ദീനങ്ങൾക്കും മരുന്ന് இருக்கு. இளதல்ல, புலிநகம், மயிலெண்ணெய், குந்திரிக்கம், கல்லுமாலை எல்லாமே இருக்கு. பார்க்க வேணுமா? ഇവിടെ ആർക്കും ദീനമൊന്നുമില്ല. ആ പൊക്കോളൂ. ഉണ്ട് ഉണ്ട്. കാത്തു, വേണ്ടല്ലേ, എനിക്ക് പേടിയാ. എന്തിനാടാ പേടിക്കുന്നേ? നീ വന്നേ, അമ്മ ചോദിക്കട്ടെ. നിങ്ങളെ
കണ്ടന്റെയും കോഴിയമ്മയുടെയും വീട്ടിൽ പോയിരുന്നോ? ஆமா, அந்த கந்தசாமிக்கு மருந்து புரட்டான். என்ன? അപ്പൊ കണ്ടൻ നിലവിളിച്ചതോ? அந்த மருந்து பெரிய நீச்சலுள்ளது. അത് നീറ്റിലുള്ള മരുന്നാ, അതുകൊണ്ടാ കണ്ടൻ നിലവിളിച്ചത്. അല്ല, നിങ്ങൾ എന്തിനാ കണ്ടന്റെ വീട്ടിൽ പോയത്? ഇവരെ കണ്ട് പേടിച്ച് ഓടിയതാ. വേറെ സ്ഥലം കാണാത്തോണ്ട് കണ്ടന്റെ വീട്ടിൽ കയറി ഒളിച്ചു. എനിക്ക് വയ്യ. இந்த குழந்தைய நம்ம பார்த்தாச்சு. കോഴിയമ്മയുടെ കുഞ്ഞുങ്ങൾക്ക് എന്തിനാ നിങ്ങൾ നിറം തേച്ചത്? പരുന്തും കാക്കയും റാഞ്ചാതിരിക്കാനമ്മ. அடடா, அதுவும் பார்த்தாச்சா? ഇപ്പൊ മനസ്സിലായോ? ആവശ്യമില്ലാത്ത പേടി ഇതുപോലെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ പേടി മാറി. അങ്ങനെ പാത്തുവിന്റെ പേടി മാറി. അവൻ അപ്പുവിന്റെ കൂടെ സന്തോഷത്തോടെ കളിക്കാൻ തുടങ്ങി. ഭാഗം 2 ദേശത്തിലേക്ക് നമുക്ക് പോകാം. പാത്തുവും കൂട്ടുകാരനായ അപ്പു അവിടെ ഓടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ലാടന്മാരെ കാണുന്നു. അവർ ലാടന്മാരുടെ അടുത്തേക്ക് ചെല്ലുന്നു. 2 பேரு எங்க போற? ஓ, விளையாட்டா? ஆட்டுக்கோ ஆட்டுக்கோ. പാത്തു കളിയാക്കിച്ചിരിക്കുന്നു. കാത്തു അവര് കണ്ടന്റെ വീട്ടിലേക്കാ പോകുന്നത്. പുറകെ പോയി മറന്നു നിന്ന കണ്ടന്റെ നിഴല് കാണാം. അത് വേണോ? കണ്ടത് കണ്ടാലോ? അന്നത്തെ പോലെ ഓടേണ്ടി വരും. കാത്തു അപ്പവും കണ്ടന്റെ വീട്ടിലേക്ക് ഓടിയെത്തുന്നു. ശബ്ദമുണ്ടാക്കാതെ അപ്പു. കാത്തു, നമുക്കിവിടെ ഇരിക്കാം. ശരി ശരി. ലാടന്മാർ ഈ സമയം കണ്ടന്റെ വീട്ടിലേക്ക് എത്തുന്നു. கண்டசாமி, ஓய் கண்டசாமி, முள்ளுப்பாண்டி கூப்பிடுற. വന്നിട്ടുണ്ട്. കൊന്നിട്ട് പോകൂ. പോയോ? വീടിന് പുറത്തിറങ്ങുന്ന കണ്ടൻ അപ്പുവിനെയും കാത്തുവിനെയും കാണുന്നു. അയ്യോ അയ്യോ. നിക്കടാ അവിടെ. അപ്പോൾ നാടന്മാരെ ഇവിടെ കൊണ്ടുവന്നത് നിങ്ങൾ തന്നെ. എന്റെ ഊഹം തെറ്റിയില്ല. നിക്കടാ അവിടെ. നിക്കാനാ പറഞ്ഞത്. അയ്യോ, കണ്ടൻ അപ്പുവിനെയും കാത്തുവിനെയും ഓടിക്കുന്നു. നിക്കടാ അവിടെ. നിക്കാനാ പറഞ്ഞത്. നിക്കാനാ പറഞ്ഞത്. നിക്കടാ അവിടെ. അപ്പു ഒരു മരത്തിന്റെ മുകളിലേക്ക് കയറുന്നു. കാത്തുവിനെ കണ്ടൻ ഓടിക്കുന്നു. അമ്മേ, നിക്കടാ അവിടെ. നിക്കാനാ പറഞ്ഞത് നിന്നോട്. അയ്യോ, രണ്ടിനെ ഞാൻ എടുത്തോളാം. ഈ സമയത്ത് ലാടന്മാർ കണ്ടന്റെ അടുത്തേക്ക് വരുന്നു. கண்டசாமி, கண்டசாமி,
ഓ നിക്ക് സാമി, നിക്ക് സാമി. എന്താ കാര്യം? அந்த மருந்து 3 ദിവസം പുരട്ടണം. ഇല്ലെങ്കിൽ അപ്പപ്പാ ഇല്ലെങ്കിൽ പഴുക്കും. ബോഡി ഇപ്പൊ നല്ല വേദന ഇരിക്കാ? എന്നാ പിന്നെ പുരട്ട്. എല്ലാത്തിനും ഞാൻ എടുത്തോളാം. എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ട്. കണ്ണനും നാടന്മാരും കണ്ടന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി അപ്പു മരത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടൻ കാണുന്നു. അയ്യോ കണ്ടൻ. എന്തിനാ തിരിച്ച് മരത്തിലേക്ക് കയറുന്നത്? താഴെ ഇറങ്ങും മോനെ, കണ്ടൻ എടുത്തോളാം. ഇങ്ങ് വാ, വെച്ചിട്ടുണ്ട് ഞാൻ രണ്ടിനും. ഈ സമയം കാത്തു മറ്റൊരിടത്തേക്ക് ഓടിപ്പോയിരുന്നു. അങ്ങോട്ടേക്ക് അപ്പു ഓടി വരുന്നു. ഈ അപ്പുവിനെ വെറുതെ വിട്ടാൽ പറ്റില്ല. എന്നെ കണ്ടന്റെ മുന്നിലിട്ടിട്ട് അവൻ രക്ഷപ്പെട്ടു. ഇങ്ങ് വരട്ടെ. എന്തിനാ എന്നെ വിളിക്കുന്നേ? ഭാഗ്യം കൊണ്ട് ഞാൻ കണ്ടന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. നീ കാരണമാ എല്ലാം. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ കാത്തു. ഞാൻ കാണിച്ചു തരാം. കാത്തു വേണ്ട, കാത്തു വേണ്ട, വിടാൻ. കാത്തു വിടാൻ, കാത്തു ഞാൻ കടിക്കും. അത്രയ്ക്കായോ? എങ്കിൽ ഞാൻ ഇത് ശരിയാക്കും. അയ്യോ അമ്മേ, അയ്യോ അമ്മേ, അയ്യോ ഈ കാത്തു. പാവം അപ്പു. കാത്തു അപ്പുവിനെ ഉപദ്രവിക്കുന്നു. അപ്പു ഓടുന്ന വഴി കാത്തുവിന്റെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നു. കാത്തു, എന്താ പ്രശ്നം? എന്തിനാ ഈ പാവത്തിനെ നീ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നിന്നെ ഇന്ന് ഞാൻ നോക്കിക്കോ. അച്ഛാ, എന്നെ കണ്ടന്റെ മുന്നിലിട്ട് ഓടിക്കളഞ്ഞു ഈ അപ്പു. അല്ല, അങ്ങനെയല്ല. കണ്ട ഞങ്ങളെ ഓടിച്ചപ്പോ എനിക്ക് കണ്ടു കയറാൻ പറ്റി. കാത്തുവിന് പറ്റിയില്ല. കണ്ട കാത്തുവിനെ ഓടിച്ചു. അതിന് കാത്തുവിനെ ഒത്തിരി ഉപദ്രവിച്ചു. പോട്ടെ അപ്പു, കരയാതെ കരയാതെ. ഇനി ഇങ്ങനെ കാണിക്കുമോ നീ? അച്ഛാ, അടിക്കല്ലേ. നിനക്ക് മരത്തിൽ കയറാൻ പറ്റാത്തത് അപ്പുവിന്റെ കുഴപ്പമാണോ? അവൻ കുഞ്ഞല്ലേ, അവനെ ഇങ്ങനെ ഉപദ്രവിക്കാമോ? ഇങ്ങനെയാണോ കൂട്ടുകാരോട് പെരുമാറുന്നത്? ഇനി ആരോടെങ്കിലും ഇങ്ങനെ ദേഷ്യപ്പെട്ടെന്ന് ഞാൻ അറിഞ്ഞാൽ. പിറ്റേ ദിവസം അപ്പുവിനെ കാണാൻ കാത്തു അപ്പുവിന്റെ വീട്ടിലെത്തുന്നു. ഈ സമയം അപ്പുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അപ്പു, അപ്പു. ആഹാ, കാത്തുവോ? അപ്പൂനെ കണ്ടനോടിച്ച് ദേഹം മൊത്തം മുറിവാ. അവനത് വേണം. കാത്തുവിനോടൊപ്പമേ കളിക്കാൻ പോകാവൂ എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ. അനുസരണക്കേടിന്റെ ശിക്ഷയാ ഇത്. ആ സമയത്ത് അപ്പു കാത്തുവിന്റെ അടുത്തേക്ക് വരുന്നു. എന്നെ രക്ഷിക്കാൻ അമ്മയോട് കള്ളം പറഞ്ഞല്ലേ? എന്നോട് ക്ഷമിക്കുക അപ്പു. നമുക്ക് നാടന്മാരുടെ മരുന്ന് വാങ്ങിയാലോ അപ്പു? അയ്യോ വേണ്ടേ. അങ്ങനെ അപ്പുവിന്റെയും കാത്തുവിന്റെയും പിണക്കം മാറി. രണ്ടുപേരും സന്തോഷത്തോടെ വീണ്ടും കളിക്കാൻ തുടങ്ങി. ആവശ്യമില്ലാത്ത പേടിയും കാരണമില്ലാത്ത ദേഷ്യവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇപ്പോൾ കൂട്ടുകാർക്കെല്ലാം മനസ്സിലായില്ലേ? ഇതോടെ ഞങ്ങളുടെ റോൾ പ്ലേ അവസാനിക്കുന്നു. നന്ദി. താങ്ക് യു മിസ്. നിങ്ങൾ എങ്ങനെയാ കോർഡിനേറ്റ് ചെയ്തേ? ഗൂഗിൾ മീറ്റ് ചെയ്തു. ഗൂഗിൾ മീറ്റ് വഴി കോർഡിനേറ്റ് ചെയ്തതാ.
കോർഡിനേറ്റ് ചെയ്താണ് അല്ലേ? ഓക്കെ. എല്ലാത്തിനും മാസ്ക് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു മാം. എല്ലാരും നന്നായി ചെയ്തു. വളരെ ഇഷ്ടമായി. താങ്ക് യു മാം. ഇനിയും ചെയ്യാം. ഇതുപോലുള്ള വെറൈറ്റീസ് ഒക്കെ കൊണ്ടുവരാനായിട്ട് നോക്കാം. ഓക്കെ മാം. പറയാനായിട്ട് വാക്കുകളില്ല, അതുകൊണ്ടാണ് വലിയൊരു കയ്യടി തന്നത് കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. ഇനി നെക്സ്റ്റ് ജയശ്രീയുടെ ഒക്കെ അത് തീർച്ചയായിട്ടും ഉണ്ടാവും മിസ്, തീർച്ചയായിട്ടും ഉണ്ടാവും. ഞങ്ങളുടെ മെയിൻ ആളാണ് കവിതയെ, അപ്പം അതുകൊണ്ടാണ്. അത് മതി, എനിക്ക് മനസ്സിലാവും. മതി, സമയം എടുത്തിട്ട് പിന്നെ ചെയ്താലും മതി കേട്ടോ. ഓക്കെ മിസ്, തീർച്ചയായിട്ടും. മോളുണ്ടായിരുന്നു, മോള് ആസ്വദിച്ച് ഇപ്പൊ പോയുള്ളൂ. അവൾക്ക് കാർട്ടൂൺ ഇഷ്ടമാണ്, കാർട്ടൂണ്. അപ്പൊ ഇപ്പൊ ഇവിടെ ഇന്ന് കണ്ടു പോയ ആള് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് പിള്ളേരുടെ ഒക്കെ ഫേവറേറ്റ് ആണ് മിസ് കാത്തു. ഞങ്ങൾക്കൊക്കെ ഫുള്ള് കാണാപ്പാടാണ്. പിള്ളേരുടെ ഒപ്പം ഇരുന്ന് കൂടുതലും ഞങ്ങൾ കാണുന്നത് കാർട്ടൂൺസ് ആണ്. സീരിയലിലൊക്കെ ഫുള്ള് കരച്ചിലാണ്. ഇപ്പൊ എന്റെ അമ്മയും കണ്ടിട്ട് പറയാ കൊള്ളാലേ. അടിപൊളിയായിരുന്നു, നല്ല രീതിയിൽ ചെയ്ത്. എല്ലാവരുടെയും ക്ലാസ്സിൽ ചെയ്തായിരുന്നു. ആതിര മിസ്സിന്റെ ക്ലാസ്സിലാണ് ആദ്യം ചെയ്തത് അല്ലേ? മിസ്സത്തെ വേറൊരു സ്പെഷ്യാലിറ്റി രണ്ടും കൂടിയാ ചെയ്തേ നമ്മുടെ അനുമോള്. അതായത് കണ്ടന്റും ചെയ്തു, നരേഷനും ചെയ്തു. അതൊരു രണ്ടും കൂടി മാറി മാറി ചെയ്തു മിസ്. അത് ഇത്തവണയാണ് ശരിക്കും നോട്ട് ചെയ്തേ. അത് ശരിക്കും ഒരു അപ്രീഷിയേഷൻ ആണ് മിസ്. നിങ്ങൾക്ക് സൗണ്ട് മാറ്റുന്നതുകൊണ്ട് എഫേർട്ട് ഉണ്ടായോ? നല്ല രീതിയിൽ സൗണ്ട് കുറെ നേരം അത് ശരിക്കും കാത്തു തന്നെയായിരുന്നു മിസ്. ശരിക്കും കാത്തു തന്നെ. അത് കാണുന്നോണ്ട് മനസ്സിലാവും. നന്നായിട്ട് ചെയ്തു എല്ലാരും. എല്ലാരും നന്നായിട്ട് ചെയ്തു കേട്ടോ. നല്ല എഫേർട്ടാണ് എടുത്തത്. താങ്ക് യു മിസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ചാപ്റ്ററിലോട്ട് വരാം. നമ്മുടെ ഹെൽത്ത് കെയർ കംപ്ലീറ്റ് ചെയ്തു അല്ലേ മാം? വേറെ ക്ലാസ് ഒന്നും എടുത്തിട്ടില്ലല്ലോ, ഞാൻ ഇപ്പൊ കേറിയിട്ടുള്ളൂ. ഇല്ലില്ല, ക്ലാസ് ഒന്നും എടുത്തിട്ടില്ല, തുടങ്ങാൻ പോകുന്നേ. മോക്ക് ടെസ്റ്റ് എന്നാ? എന്താണ് മോക്ക് ടെസ്റ്റ് എന്നാ? മോക്ക് ടെസ്റ്റ് ഞാൻ ഇട്ടേക്കാട്ടോ. ഇട്ടിട്ടില്ലല്ലോ? ഇല്ല. ആദ്യത്തെ ചാപ്റ്റർ ഞാനല്ലേ എടുത്തത്, മോഡേൺ കൺസെപ്റ്റ്? യെസ് മാം. അതിന്റെ മോക്ക് ടെസ്റ്റ് കിട്ടിയായിരുന്നു? കിട്ടി കിട്ടി. അത് കിട്ടി. ഹെൽത്ത് കെയർ ഞാൻ പറഞ്ഞു കേട്ടോ, ഞാൻ പറഞ്ഞു. ശരി മാം. മിസ് തോട്ട് പറഞ്ഞോട്ടെ? എന്താണ് തോട്ട് പറഞ്ഞോട്ടെ? തോട്ട് പറഞ്ഞോളൂ. If you fail, never give up because fail means first attempt in learning. നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ ഒരിക്കലും ഉപേക്ഷിക്കരുത്, കാരണം പരാജയം പഠനത്തിനുള്ള ആദ്യ ശ്രമം. ഡോക്ടർ APJ അബ്ദുൽ കലാം. താങ്ക് യു മാം. നിങ്ങൾക്ക് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പാർട്ട് എടുത്തായിരുന്നോ ഏതെങ്കിലും മിസ്സുമാര്? ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇല്ല, എടുത്തിട്ടില്ല. മാം ഫുഡ് ന്യൂട്രീഷൻ ബാലൻസ് ഡയറ്റ് അല്ലേ എടുക്കുന്നത്? അതാണ് എടുക്കാന്ന് പറഞ്ഞിരുന്നത്. അതെ മാം, അത് എടുത്തിട്ടില്ല, അപ്പോൾ എടുക്കാന്ന് പറഞ്ഞു. മിസ് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാന്നാ പറഞ്ഞിരുന്നു അല്ലേ മിസ്? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്യാം. ഫുഡ് ന്യൂട്രീഷന്റെ കുറച്ച് എന്താ എടുത്തതെന്ന് ഞാൻ എഴുതി വെച്ചിട്ടില്ല. എന്താ മിസ് ഫുഡ് ന്യൂട്രീഷൻ ഒക്കെ മിസ് എടുത്തിട്ടുണ്ടായിരുന്നു, പുതിയ ചാപ്റ്റർ തന്നെ തുടങ്ങണ്ടേ? ഫുഡ് ന്യൂട്രീഷൻ ഞാൻ എടുത്തായിരുന്നു നിങ്ങൾക്ക്? എടുത്തിട്ടില്ല, എടുക്കാന്നാ പറഞ്ഞത്. എടുക്കാന്ന് പറഞ്ഞു അല്ലേ? നമുക്കിപ്പോ ലാംഗ്വേജ് ഡെവലപ്മെന്റിലോട്ട് കിടക്കാം കേട്ടോ. പാർട്ട് 2 ആണ് കേട്ടോ.
ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് കുറച്ച് നോട്ട് ഉണ്ട് അതിനകത്ത്, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്, എഴുതാനുണ്ട്. ഞാനത് കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഹസ്ന നോട്ട് ചെയ്യാമെങ്കിൽ മിസ് പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കായിരുന്നു. ഹസ്ന സോറി മാം. ഓക്കെ. അതായത് ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റിലെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നിർഭാഗ്യവശാൽ അതിന്റെ നോട്ട് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അപ്പോ അതില്ലാതെ നമ്മൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അത് ഇൻട്രൊഡക്ഷൻ പോലെ തരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് അത് എടുക്കാം. വേറെ മിസ്സുമാരൊന്നും അത് എടുത്തില്ലെങ്കിൽ ഞാൻ എടുക്കാം. ചിലപ്പോ അത് നിങ്ങൾക്ക് അപർണ മിസ് തന്നെ എടുക്കുമായിരിക്കും കേട്ടോ. അപ്പോ എടുത്തില്ലെങ്കിൽ ഞാൻ എടുക്കാം. അപ്പൊ നമുക്കിപ്പോ നേരെ പാർട്ട് 2 വരാം, ലാംഗ്വേജ് ഡെവലപ്മെന്റ് കേട്ടോ. കണ്ടായിരുന്നോ നിങ്ങള്? യൂണിറ്റ് 5 ആണ്. ടെക്സ്റ്റ് ബുക്കിൽ നോക്കി. കഴിഞ്ഞ ചാപ്റ്ററിന്റെ പറഞ്ഞത് കേട്ടോ. സോറി. എന്താണ്? സോറി കേട്ടോ മിസ്, ഞാൻ മുന്നത്തെ ചാപ്റ്ററിൽ നമുക്ക് ഡയറ്ററി ഒക്കെ ഉണ്ടായിരുന്നില്ലേ, ഫുഡ് ന്യൂട്രീഷന്റെ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നല്ലോ, അതാ ഞാൻ കഴിഞ്ഞു അതാണെന്ന് വിചാരിച്ചല്ലേ? അത് സാരമില്ല കേട്ടോ, കുഴപ്പമില്ല. അപ്പോ ലാംഗ്വേജ് ഡെവലപ്മെന്റില് യൂണിറ്റ് 5 ആണ്, പാർട്ട് 2 യൂണിറ്റ് 5. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ നോക്കിയേ? എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം. പേജ് നമ്പർ 54 അല്ലേ മിസ്? ലാംഗ്വേജ് ഡെവലപ്മെന്റ് 54. പേജ് നമ്പർ 54 മിസ്. ഓക്കെ. അപ്പോ നമ്മള് ആ ഒരു ചാപ്റ്റർ, ആ ഒരു PDF അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ആദ്യം നോക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ ഒരു കാര്യം ഷെയർ ചെയ്തിട്ടുണ്ട് സ്ക്രീനിൽ. നിങ്ങളൊന്ന് നോക്കിയേ. ഈ ടേബിൾ ഒന്ന് അനലൈസ് ചെയ്തേ. എന്താ മനസ്സിലായത് അനലൈസ് ചെയ്തപ്പോ? എന്തെങ്കിലും പിടികിട്ടിയോ? അതായത് നമ്മുടെ കുഞ്ഞുങ്ങള് തുടങ്ങുമ്പോൾ തൊട്ട് ഉണ്ടാക്കുന്ന സൗണ്ട്സും അവര് പിന്നീട് അങ്ങോട്ട് വരുന്ന ഇംപ്രവൈസേഷൻ ഒക്കെ അല്ലേ ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്? അതെ. അതായത് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടിയുടെ ഭാഷാ വികസനം അല്ലെ? അതായത് കുഞ്ഞ് ഭൂമിയില് ജനിച്ചു വീഴുന്നത് മുതൽ അവൻ മരിക്കുന്നത് വരെ അവന്റെ കൂടെയുള്ള ഒന്നാണെന്ത്? ലാംഗ്വേജ് എന്ന് പറയുന്നത് അല്ലെ? അല്ലെ? ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ നിങ്ങളായാലും ജനിച്ച അന്ന് മുതല് അതുപോലെ തന്നെ മരിക്കുന്നത് വരെ ഉടനീളം നിങ്ങളുടെ ലൈഫിൽ എല്ലാ ദിവസവും നിങ്ങള് ചില വാക്കുകൾ പറയുന്നുണ്ടാവും അല്ലെ? അപ്പോ ആ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ബൈ ബർത്ത് ആയിട്ട് കിട്ടുന്നതല്ല. ഓരോ സ്റ്റേജ് വൈസ് ആയിട്ടാണ് നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്ത് വരുന്നത് അല്ലെ? ബൈ ബർത്ത് എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞു ഭൂമിയില് പിറന്നു വീഴുന്നത് കരച്ചിലോട് കൂടെയാണ് അല്ലെ? ആദ്യം തന്നെ അവൻ സംസാരിക്കോ? അമ്മ അച്ഛ എന്നൊക്കെ വിളിക്കോ? ആ മൊമെന്റില് ഒരിക്കലും ഇല്ല അല്ലെ? പിന്നീട് ഓരോ സ്റ്റേജിലും, അതായത് അവന്റെ വളർച്ചാ ഘട്ടത്തില് അവന് ഓരോ വയസ്സ് കൂടും തോറും അവന്റെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അവൻ വളരും തോറും കൂടെ വളരുന്ന ഒന്നാണ് എന്ത്? ലാംഗ്വേജ് എന്ന് പറയുന്നത് അല്ലെ? ഫിസിക്കലായിട്ടും മെന്റലായിട്ടും മാത്രമല്ല ഒരു കുട്ടിയുടെ വളർച്ച എന്ന് പറയുന്നത്. ഭാഷാപരമായിട്ടും അല്ലെങ്കിൽ എന്താണ് ലാംഗ്വേജ് ആ ഒരു സ്കില്ലും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? വളർന്നു വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വിവിധ ഘട്ടങ്ങളാണ് ആ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് ബർത്ത് ടു 5 months ആണ്. അത് ഒരാളൊന്ന് റീഡ് ചെയ്യാമോ? ആരെങ്കിലും ഒരാൾ വായിച്ചാൽ മതി. Birth to 5 months, coo vocalizes pleasure and displeasure sounds differently. Laughs, giggles, cries, or shuses. Makes noise when talked to.
എക്സ്പ്ലെയിൻ ചെയ്തോളൂ. ബർത്ത് ടു 5 months മുതൽ ചെറിയ പിന്നെ ചെറിയ ചിരികള്, പിന്നെ അതുപോലെ തന്നെ കരച്ചില്, അങ്ങനെയുള്ള ഓരോ സൗണ്ടുകളാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്ലഷറിന് ഒരു സൗണ്ട്, ഡിസ്പ്ലഷറിന് വേറൊരു സൗണ്ട് ആയിരിക്കും അല്ലേ? എക്സ്പീരിയൻസ് ഉണ്ടോ? ഇന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് പറയാം കേട്ടോ. എക്സ്പീരിയൻസ് ധാരാളം നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കിയാൽ മതിയല്ലോ. അവര് ചെറുപ്പത്തില് 5 മാസം വരെ എങ്ങനെയായിരിക്കും നമുക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഇപ്പൊ ഈ റീസൺ 5 months ആ ഒരു ഇതിലുള്ള ബേബീസിന്റെ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയാൻ പറ്റും. കുറെ വർഷം അറിയാൻ പറ്റും. എന്നാലും റീസെന്റ് ആയിട്ട് അവരെ നോക്കിയിട്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിലേ അവരിങ്ങനെ ചുണ്ടുമ്പോൾ ഇങ്ങനെ കാണാം ദേഷ്യപ്പെട്ടാല്. ഓക്കെ. പിന്നെ നമ്മൾ സംസാരിക്കുമ്പോ അവര് നമ്മളുടെ കൂടെ സംസാരിക്കാനായിട്ട് ഇങ്ങനെ വായിക്ക് എടുത്ത് ഇങ്ങനെ കാണിക്കും. നന്നായിട്ട് ചിരിക്കും, സൗണ്ട്സ് ഉണ്ടാക്കും. ഓക്കെ. അപ്പൊ ആദ്യം തന്നെ കുഞ്ഞു വരുന്നത് ഒരു കരച്ചിലോട് കൂടിയാണ് അല്ലെ? ആദ്യത്തെ ലാംഗ്വേജ്, അവന്റെ ലാംഗ്വേജ് തുടങ്ങുന്നത് തന്നെ ക്രൈങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ. അതാണ് അവൻ ആദ്യത്തെ ശബ്ദം ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പൊ ബർത്തിലൂടെ അല്ലെങ്കിൽ അവന്റെ ജനനത്തിലൂടെ ക്രൈങ്ങിലൂടെയാണ് കുഞ്ഞു ഭൂമിയിലേക്ക് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഓക്കെ. നമുക്കറിയാം, അതായത് ഡോക്ടേഴ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യും അല്ലെ, കുഞ്ഞു കരയുന്നുണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട്. കരച്ചിലില്ലെങ്കിൽ എന്തെങ്കിലും മറ്റു കോംപ്ലിക്കേഷൻസ് ആകാം, അവർക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മനസ്സിലാകും അല്ലെ. അപ്പൊ കരയാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ കുറച്ചും കൂടി കെയർ ഒക്കെ കൊടുത്തിട്ട് അവരത് കുഞ്ഞ് കരയാനായിട്ട് അത് കുഞ്ഞ് കരയണം എന്നാ പറയുന്നത്. ഓക്കെ. ഭൂമിയിലൊക്കെ പിറന്നു വീഴുമ്പോ അത്രയും നാള് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുന്ന കുഞ്ഞ് ആ ഒരു ലോകം മാത്രമാണ് കാണുന്നത്. പുറം ലോകത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവനതിനെ പരിചയമില്ല, അതുകൊണ്ടാണ് കുഞ്ഞ് കരയുന്നത്. ഓക്കെ, അത് വേറെ കാര്യം. അപ്പൊ ആദ്യം അനലൈസ് ചെയ്യുന്നത് കുഞ്ഞിന്റെ കരച്ചിലാണ്. അതിനുശേഷം 5 months വരെയുള്ള കാര്യമാണ് പറയുന്നത്. കുഞ്ഞിന് ഹാപ്പിനെസ് തോന്നിയാല് അല്ലെങ്കിൽ സന്തോഷം തോന്നിയാല് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടക്കേടുകൾ തോന്നിയാല് വ്യത്യസ്തമായിട്ട് ശബ്ദിക്കും. വ്യത്യസ്തമായിട്ടുള്ള സൗണ്ട്സ് ആണ് കുഞ്ഞുങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പൊ അവന് സന്തോഷം വരുമ്പോൾ അതിനനുസരിച്ചുള്ള സൗണ്ട്, ഭയങ്കരമായിട്ട് ചിരിക്കും അല്ലെ, ചെറിയ ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാക്കും അല്ലെ. പൊട്ടിച്ചിരിക്കുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും നമ്മൾ ഉറക്കത്തിലൊക്കെ കുഞ്ഞുങ്ങള്. അതായത് ജനിച്ചു വീണ് കുറച്ച് ദിവസമൊക്കെ ഭയങ്കര ഏത് സമയം ഉറക്കമായിരിക്കും അല്ലെ, എപ്പോഴും ഉറക്കമായിരിക്കും. ഉറക്കത്തില് കണ്ണടച്ചുകൊണ്ട് കിടന്ന് ചിരിക്കുന്നത് കാണാം. അപ്പൊ പ്രായമായിട്ടുള്ള അമ്മമാരൊക്കെ പറയും സ്വപ്നം കാണുന്നതാണ് അങ്ങനെ ചിരിക്കുന്നത്, ഇങ്ങനെ വെറുതെ ചിരിക്കുന്നത് കാണാം. അപ്പൊ അതിന്റെ കൂടെ ചില സൗണ്ടുകളും പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ. അതുപോലെ തന്നെ ഇഷ്ടക്കേടുകൾ ഉണ്ടെങ്കിൽ, അതായത് കുഞ്ഞിനിപ്പോ നമുക്കറിയാം ഇപ്പൊ പാല് കുഞ്ഞ് കുടിക്കും അല്ലെ, നന്നായിട്ട് ബ്രസ്റ്റ് ഫീഡിങ് ഉള്ള സമയമാണ്. അപ്പോ അത് കിട്ടാതിരിക്കുമ്പോൾ നല്ല രീതിയിൽ കരയുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അവനറിയാം അവന് വിശക്കുന്നു എന്ന് പറയുന്നത് കരച്ചിലോട് കൂടിയാണ്. അതൊക്കെയാണ് അവന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ആ ഒരു സമയത്ത്. ഓക്കെ. അപ്പൊ സന്തോഷം വന്നാലും സങ്കടം വന്നാലും കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ അവർ അതും കാണിക്കും മിസ്. അവരൊരു സൗണ്ട് ഉണ്ടാക്കും, കൊയ 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 കൊയാന്ന് പറഞ്ഞ് പിണങ്ങും മിസ്. അത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് മിസ്. അതെന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. കാരണം മൂത്ത ആള് ഇതേപോലെ ലേറ്റ് ആയി കഴിഞ്ഞാല് പിണങ്ങി കൊണ്ട് ഫീഡ് ചെയ്യുള്ളൂ. ഇങ്ങനെ കൊയ 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 കൊയ. അതുണ്ട് മിസ്. അങ്ങനെ രണ്ടുപേർക്കും ഉണ്ടായിരുന്നു, മൂത്ത ആൾക്കും. പലതരത്തിലാണ് കേട്ടോ, പലതരത്തിൽ. എല്ലാ കുഞ്ഞുങ്ങളും നമുക്ക് സിമിലർ ആയിട്ട് പറയാൻ പറ്റില്ല. ചില കുഞ്ഞുങ്ങൾ വ്യത്യസ്തമായിട്ട് ഉണ്ടാകാം. എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെയല്ല. ഇപ്പൊ ഫിസിക്കലായിട്ടും മെന്റൽ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ പോലെ തന്നെ അവരുടെ ലാംഗ്വേജിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ സംസാരിക്കുന്ന ശൈലി പലതും വ്യത്യസ്തമാണ് അല്ലെ. നിങ്ങളുടെ ഭാഷ, അതായത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ്, അതൊക്കെ വ്യത്യസ്തമാണ്. എല്ലാവർക്കും ഒരിക്കലും ഒരുപോലെ ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല ദൈവം അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളിലും ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ചിരിക്കും, അതുപോലെ തന്നെ കരയും. പിന്നെ ചില കലഹങ്ങൾ, അതായത് ചില കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുന്നത് കാണാനായിട്ട് സാധിക്കും. അവര് കരച്ചിലൂടെ ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആംഗ്യങ്ങളിലൂടെ ആകാം,
ചിലപ്പോൾ ഐ കോണ്ടാക്റ്റിലൂടെയാവും ചില കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ലാംഗ്വേജ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു birth to 5 months വരെ കാണാനായിട്ട് സാധിക്കും. പിന്നെ മുതിർന്ന ആളുകൾ സംസാരിക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. മുതിർന്ന ആളുകൾ എന്ന് പറയുന്നത് കുട്ടിയുടെ അച്ഛനോ അമ്മയോ ഒക്കെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ അമ്മയുടെ നേർക്കും അച്ഛന്റെ അങ്ങനെ അവര് ഉള്ള സമയത്തൊക്കെ അവര് പറയുന്ന സൗണ്ട്സ് അവര് നോക്കിയിട്ട്, അതായത് ഒബ്സർവ് ചെയ്യും കുഞ്ഞുങ്ങള്. എന്നിട്ട് അതും ശരിയാണ് മിസ്. എന്റെ വീട്ടിലുള്ള സമയത്ത് ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഹസ്ബൻഡ് വരും. അപ്പൊ ഹസ്ബൻഡ് എന്തെങ്കിലുമൊക്കെ പേര് മക്കൂസാന്നൊക്കെ വിളിക്കുള്ളൂ. മക്കൂസൂന്ന് വിളിക്കും. അപ്പൊ ആ ഒരു സൗണ്ട്, ബുള്ളറ്റിന്റെ സൗണ്ട് ഒക്കെ മോൻ നോട്ട് ചെയ്യുമായിരുന്നു കുഞ്ഞിലെ. ഒരു ഓർമ്മയാണ് അതെ മിസ്. എല്ലാരും സൗണ്ട് നോട്ട് ചെയ്യുമായിരുന്നു. പറഞ്ഞോളൂ. പിന്നെ ഞാന് ഗർഭിണിയില് പിന്നെ പാട്ട് പാടുവേ. അപ്പൊ ആ പാട്ട് പാടുമ്പോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞിട്ട് 1 മാസം 2 മാസം എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ വെറുതെ പാട്ട് പാടി. അപ്പൊ അവൻ എത്ര വേഗം ഇങ്ങോട്ട് നോക്കുന്നറിയാം. ആ ഒരു പാട്ട് കേൾക്കുമ്പോ അവന് മനസ്സിലാവുന്നു. ശരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഇത്തരത്തില് അതായത് മുതിർന്നവരുടെ സൗണ്ട്സും മറ്റൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് കുഞ്ഞ് ശ്രമിക്കുന്ന ഒരു സമയമാണ് ഈ birth to 5 months എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി ഇത് കൂടാതെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്ത് കൊടുക്കാത്ത പല കാര്യങ്ങളും ഉണ്ടാകും. അതുണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുക. ജനനം തുടങ്ങി കുഞ്ഞിന് 5 മാസം പ്രായമുള്ള ആ സമയം വരെയുള്ള ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് 6 to 11 months. കുഞ്ഞിന് 6 മാസം തുടങ്ങി, അതായത് 6 മാസം പ്രായമുള്ളപ്പോൾ തുടങ്ങി 11 മാസം ആ ഒരു സ്റ്റേജ് വരെയുള്ള ലാംഗ്വേജ് ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരാളൊന്ന് റീഡ് ചെയ്യാമോ? അനുവല്ല കേട്ടോ, വേറെ ഒരാൾ. ഐശ്വര്യ വായിക്കോ? ഐശ്വര്യ മാം വായിക്കട്ടെ. ഐശ്വര്യ. Understands Nono, bubbles, says Baba, says Mama or Dada without meaning, tries to communicate by actions or gestures, tries to repeat your sounds, says first word. ഇതില് അപ്പൊ അച്ഛൻ അമ്മ അങ്ങനെയുള്ള പക്ഷെ നമുക്ക് മനസ്സിലാവില്ല. മീനിങ് ഉണ്ടാവാതെ അവര് മാമ ഡാഡ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് നമ്മോട് ചെയ്യും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം അത് അമ്മയെയാണ് വിളിക്കുന്നത്, അച്ഛനെയാണ് വിളിക്കുന്നത് മനസ്സിലാക്കണം. അത് മീനിങ് ഇല്ലാത്തൊരു വേർഡ്സ് ആയിരിക്കും. പിന്നെ ചില സൗണ്ട്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവര് ഉണ്ടാക്കുന്ന സൗണ്ട് അത് പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ചിരിക്കും, അങ്ങനെ ഓരോ സൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇവിടെ കുഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങുന്ന സമയമാണ് അല്ലെ? 6 മാസം തുടങ്ങി. 6 മാസം തുടങ്ങിയ കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡിങ് അല്ലാതെ കുഞ്ഞിന് ചില ആഹാരങ്ങൾ കൊടുക്കാനായിട്ട് തുടങ്ങും അല്ലെ? കുഴമ്പ് രൂപത്തിലൊക്കെ ആക്കി, ഇപ്പൊ വെജിറ്റബിൾസ് ആയാലും ചോറായാലും ഒക്കെ അത് കുഴമ്പ് രൂപത്തിലൊക്കെ ആക്കി കൊടുക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ് ഈ 6 മാസം എന്നൊക്കെ പറയുന്നത്, 6-7 മാസം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ ആഹാരങ്ങളോ വേണ്ടെങ്കിൽ അവരത് നിഷേധിക്കുന്നത് കാണാം, കഴിക്കില്ല. എങ്ങനെയാ? ചിലപ്പോ തട്ടി മാറ്റി തുപ്പുമല്ലോ. അവർക്ക് മതിയായിട്ടാകുമ്പോ ഇങ്ങനെ പൂന്നാക്കിട്ട് തുപ്പും. അതെ മിസ്, അങ്ങനെ തന്നെ ഇങ്ങനെ പൂന്ന് കാണിച്ചിട്ട് തുപ്പും. അതെ അതെ, തുപ്പിക്കളയും. അല്ലെങ്കിൽ ഇഞ്ചക്ഷനാണ്. പല അവർക്ക്, അതായത് അവർക്ക് അതായത് ആ ഒരു വളരെ ചെറുപ്പത്തിലുള്ള ആ ഒരു മാസങ്ങൾ കഴിഞ്ഞിട്ട് പിന്നീട് അവർക്ക് കുറച്ചും കൂടി, അതായത് ചില കാര്യങ്ങൾ അവർ റിയലൈസ് ചെയ്യുന്ന സമയമാണ് ഈ 6 to 11 months എന്ന് പറയുന്നത്. അപ്പൊ അവർ ആദ്യം കാണിക്കുന്ന ഒരു കാര്യമാണ്, അതായത് ആഹാരം കൊടുക്കുമ്പോൾ അത് റിജക്ട് ചെയ്യുവാണെങ്കിൽ അത് അവർ കാണിക്കാനായിട്ട് പറയാനായിട്ട് അവർക്ക് പറ്റില്ല അല്ലെ? അത്രയധികം ലാംഗ്വേജിൽ അവർക്ക് ഫ്ലുവൻസി വന്നിട്ടില്ല. അപ്പൊ അവര് പറയില്ല. അവര് പലതരത്തില്, അതായത് ചിലപ്പോ തുപ്പിക്കളയുകയോ അല്ലെങ്കിൽ തട്ടിക്കളയുകയോ അല്ലെങ്കിൽ ചിലപ്പോ കരയുകയോ അല്ലെങ്കിൽ ഇങ്ങനെയിട്ട് കാണിക്കാം അല്ലെ? വേണ്ട വേണ്ട എന്നുള്ള രീതിയിൽ. അതാണ് അവിടെ നോ നോ എന്ന് പറയുന്നത് കേട്ടോ. അണ്ടർസ്റ്റാൻഡ്സ് നോ നോ, ഇല്ല ഇല്ല എന്ന് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ വേണ്ട വേണ്ട.
ആ ഒരു രീതിയിൽ മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്നു. നെക്സ്റ്റ് വൺ, ബാബിൾ സേസ് ബാബ ബാ. അതായത് ഈ ബാബിൾ സൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് തുപ്പല് വരുന്നത് കാണാൻ പറ്റും. ഈ തുപ്പല് വലിയ ബബിൾ ആയിട്ട് പുറത്തു വന്ന് പൊട്ടും, കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവര് പറയുന്നതാണ് ബാ ബാ ബാ. അതാണ് ബാബിൾ സൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഈ തുപ്പല് വലിയ രീതിയിൽ ബലൂൺ പോലെ പുറത്തേക്ക് വീർത്ത് വരും. അപ്പൊ അവര് ചില സൗണ്ട്സ് ഉണ്ടാക്കും. ദാറ്റ് ഈസ് ബാബിൾസ്, ബാ ബാ ബാ. മനസ്സിലായോ? നിങ്ങൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോ അത് നല്ല രസമാണല്ലോ അത് കാണാനായിട്ട്. ഒരു അവര് ഒരു പ്രാവശ്യം ചെയ്താ വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്യണ കാണാം. അതെ അതെ അതെ. ഒരു ബാച്ചിൽ ഞാൻ ഇത് പറഞ്ഞപ്പോ ഇങ്ങനെയുള്ള ഷെയർ ചെയ്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിസ്സേ കർച്ചീഫ് കഴുകിയിടാൻ അത് കഴുകിയിടാൻ മാത്രമേ നേരമുള്ളൂ, ഇത് തുടച്ച് ഏത് സമയവും ഇത് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ബാ ബാ ബാ, ആ ഒരു സൗണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ കുട്ടി. അപ്പൊ കുട്ടി ഷെയർ ചെയ്തതാണ് ഒരമ്മ. അത് ആ കുട്ടിക്ക് എന്തോ 7 മാസം എന്തോ പ്രായമായിട്ടുള്ളൂ കുഞ്ഞിന്. അപ്പൊ ഇത് തന്നെയാണ് പരിപാടി എന്ന് പറയുമായിരുന്നു ഇങ്ങനെ പറഞ്ഞപ്പോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. സെയ്സ് മാമ ഓർ ഡാഡ വിത്തൗട്ട് മീനിങ്. ഓക്കെ, അതായത് അവർ പറയുന്ന ആദ്യ വേർഡ് എന്ന് പറയുന്നത് മാമ ഓർ ഡാഡ എന്നാണ്. ഒരു മീനിങ്ങും ഇല്ല. അതായത് അവർക്ക് അർത്ഥം അറിയില്ല അതിന്റെ. ശരിക്കും പറഞ്ഞാൽ അവർക്ക് അറിയില്ല തന്റെ അടുത്തുള്ളത് ആരാണ്, അല്ലെങ്കിൽ തനിക്ക് എത്ര പ്രിയപ്പെട്ടവരാണ് തന്റെ അടുത്ത് നിൽക്കുന്നതെന്ന് അവർക്ക് അറിയില്ല. അച്ഛനാണ്, അമ്മയാണ്. അവർക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആത്മബന്ധം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവരെ കെയർ ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് കുഞ്ഞുങ്ങള് മാമ ഡാഡ വിളിക്കുന്നത്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴാണ് നമ്മുടെ മക്കൾക്ക് ചിലപ്പോൾ നമ്മുടെ ആവശ്യമില്ലാത്ത ഒരവസ്ഥ അല്ലെ. ചിലപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്തെന്ന് വരില്ല അല്ലെ, മുമ്പത്തെ പോലെ ചിലപ്പോൾ നമ്മളോട് സ്നേഹം കാണിച്ചെന്ന് വരില്ല. പക്ഷെ വളരെ ചെറുപ്പത്തില് നമ്മളെ ഭയങ്കരമായിട്ട് ആവശ്യമായിരുന്നു അവർക്ക്. അമ്മമാരെയാണ് കൂടുതലായിട്ടും പറയുന്നത് അല്ലെ. കാരണം അമ്മയുടെ ഗർഭപാത്രത്തിലാണ് 9 മാസവും കുഞ്ഞ് കിടന്നത്. പുറത്ത് വന്നപ്പോഴും പാല് കൊടുക്കുന്നതും കുഞ്ഞിനെ നോക്കുന്നതും കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അമ്മയാണ്. അപ്പൊ അമ്മ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഒരു കുഞ്ഞിന്റെ ലൈഫിൽ എന്ന് പറയുന്നത്. പിന്നെ വളരും തോറും മറ്റു ബന്ധങ്ങളും മറ്റു ചില സൗഹൃദങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ ചിലപ്പോൾ മറക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ ഒരു നന്നേ ചെറിയ പ്രായത്തില് അവരെ നോക്കുന്നവരാരാണോ അവരെയാണ് എന്ത് ചെയ്യുന്നേ, മാമ ഓർ ഡാഡ വിളിക്കുന്നേ. ചില കുഞ്ഞുങ്ങള് ഗ്രാൻഡ് പാരന്റ്സ് നോക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാകാം. അപ്പൊ ഗ്രാൻഡ് പാരന്റ്സെ ആയിരിക്കും മാന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ അമ്മ എന്ന് വിളിക്കുന്നേ. ഇപ്പൊ അല്ലെങ്കിൽ അപ്പൂപ്പനെ ആയിരിക്കും അച്ഛാന്ന് വിളിക്കുന്നേ. അപ്പൊ അത്രയധികം ആത്മബന്ധം അവര് തമ്മിൽ ഉണ്ടാകുമ്പോഴാണ് അവർ ഈ സൗണ്ട്, അതായത് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാക്കായിട്ടുള്ള മാമ അല്ലെങ്കിൽ ഡാഡ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവരാദ്യം വിളിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് അത് ആദ്യം അമ്മയാണ്. അപ്പൊ അമ്മ എന്ന് ശരിക്കും പറഞ്ഞാല് തുടക്കത്തിൽ തന്നെ വിളിച്ചെന്ന് വരില്ല, മാ മാ എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ വിളിക്കുന്നേ. ഇപ്പൊ അച്ഛനെ ആണെങ്കിൽ ഡാഡ അങ്ങനെയുള്ളതായിരിക്കും വിളിക്കുന്നത്. ചിലത് പാപ്പ എന്ന് വിളിക്കും. അങ്ങനെ അവർക്ക് അതായത് എല്ലാ കുട്ടികളും ഒരുപോലെയല്ല വിളിക്കുന്നത്, പലരിലും പല വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പൊ അവരുടെ പ്രൈമറി കെയർടേക്കർ ആരാണോ അവരെയാണ് മാമ അല്ലെങ്കിൽ ഡാഡ എന്ന് വിളിക്കുന്നത്. അതിന്റെ മീനിങ് അവര് മനസ്സിലാക്കുന്നത് വലുതാകുമ്പോഴാണ്. നന്നേ ചെറുപ്പത്തിൽ അറിയില്ല. അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുഞ്ഞുങ്ങൾക്ക് അറിയാനായിട്ട് പറ്റില്ല. കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് നോക്കുന്നത് അവരെയാണ് കുഞ്ഞ് ആദ്യം പ്രൊനൗൺസ് ചെയ്യുക. ഓക്കെ, then അതുപോലെ തന്നെ ട്രൈസ് ടു കമ്മ്യൂണിക്കേറ്റ് ബൈ ആക്ഷൻസ് ഓർ ഗസ്റ്റേഴ്സ്. അതായത് പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അത് ചില ആക്ഷൻസിലൂടെ ആകാം, ചില ഗസ്റ്റേഴ്സിലൂടെ ആകാം. ചില സാധനങ്ങളൊക്കെ കുഞ്ഞിന് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മുകളിലോട്ടൊക്കെ ആയിരിക്കും കണ്ടുപോകുന്നത് അല്ലെ. ഇപ്പൊ ഒരു കളിപ്പാട്ടം, അതായത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഈ കുഞ്ഞുങ്ങള്, ഈ ഒരു പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ചില കുഞ്ഞുങ്ങള് ഈ നമ്മുടെ കൊതുക് വരാതിരിക്കാനായിട്ട്, മൊസ്കിറ്റോസ് ഒക്കെ കടിക്കാതിരിക്കാനായിട്ട് ഒരു വല വെക്കില്ലേ, അതിന്റെ മീതെ കളിപ്പാട്ടങ്ങളൊക്കെ ഇടില്ലേ. അപ്പൊ കുഞ്ഞ് മുകളിലോട്ട് നോക്കുന്നത് കാണാനായിട്ട് പറ്റും. അതായത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കുഞ്ഞ് എവിടെയാണോ എന്താണോ കുഞ്ഞിന് ആവശ്യം അവിടേക്ക് കണ്ടുപോകുന്നത് കാണാനായിട്ട് സാധിക്കും, കൈ പോകുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോ അവര് പറയില്ല എനിക്കത് വേണം എന്ന് പറയില്ല. അവര് ചിലപ്പോ കൈകൊണ്ട് ചൂണ്ടിക്കാണിക്കുകയോ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുകയോ അവര് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അടുത്തത് ട്രൈസ് ടു റിപ്പീറ്റ് സൗണ്ട്സ്. അതായത് അമ്മയോ അച്ഛനോ പറയുന്ന സൗണ്ടുകൾ അവർ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും.
ഇപ്പൊ മുതിർന്ന ആളുകൾ പറയാറുണ്ട്, നമ്മുടെ പ്രായമായിട്ടുള്ള അമ്മമ്മമാരൊക്കെ പറയാറുണ്ട്, കുഞ്ഞിനോട് നോക്കി എന്തെങ്കിലും നിങ്ങൾ സംസാരിക്കണം, എന്നാലാണ് കുഞ്ഞ് അതനുകരിച്ച് എന്തെങ്കിലും ഒരു വാക്ക് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഒരിക്കലും കുഞ്ഞുങ്ങളോട് മിണ്ടാതിരിക്കരുത്. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളിപ്പോ കഥ പറയുന്നതോ നമ്മൾക്ക് എന്തെങ്കിലും കാര്യം നമുക്ക് കുഞ്ഞിനോട് പറയാം. അപ്പൊ അങ്ങനെ പറയുന്നത് വഴി കുഞ്ഞത് ക്യാച്ച് ചെയ്യുകയും അവനത് പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ സേസ് ഫസ്റ്റ് വേർഡ്, അവന്റെ ആദ്യത്തെ മീനിങ്ഫുൾ വേർഡ് അവൻ ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നു. അതായത് ഒരു വേർഡ് അവന്റെ വായിൽ നിന്ന് വരാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണെന്ത് 6 to 11 months എന്ന് പറയുന്നത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ, ഇൻട്രസ്റ്റിംഗ് അല്ലേ ലാംഗ്വേജ് ഡെവലപ്മെന്റ്? വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി എടുക്കാം കേട്ടോ. ഇത് എടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് PDF-ലോട്ട് പോവുക കേട്ടോ. എല്ലാ ബാച്ചിനും ഞാൻ ഇത് ആണ് ആദ്യം കൊടുക്കുന്നത്. അപ്പൊ കുറച്ചും കൂടി ഈസിയാണ് PDF റീഡ് ചെയ്യാനായിട്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. ക്ലാസ്സിൽ കാണാം. First of all, today's role play was very interesting and understanding. Thank you, and Anmol, Ramya, Vinduja, Nikita, Rashmi, Binsi, Josna, and Anuja for a wonderful presentation. Keep going. And also thank you, ma'am, for a wonderful class about language development. Thank you, all the teachers, and have a nice day. Sign out by Ansumol. Thank you, Miss. Thank you, Ansumol. Thank you, Miss. Thank you, Thank you, miss. Miss. Thank you. Thank you, Miss.